ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അടുത്തു. തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ അവദാനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുക, അവിടത്തോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ്റെ ഭാഗമാണ്. അല്ലാഹു ആ മഹബത്ത് നമ്മുടെ ഖൽബിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രകൃതിപരമായുള്ള മനുഷ്യന്റെ ഒരു വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം പ്രധാനമായും 3 തലങ്ങളെയാണ് സ്പർശിക്കുന്നത്. ഒന്ന് മഹബത്തുൽ ഇജ്ലാൽ, ബഹുമാന ആദരങ്ങളോട് കൂടിയ സ്നേഹമാണ്. ഉദാഹരണത്തിന് നമ്മുടെ വാപ്പയോടുള്ള സ്നേഹം. വാപ്പയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനത്തിന്റെ സ്നേഹമാണ്. ഉമ്മയോടുള്ള സ്നേഹം, മുതിർന്നവരോടുള്ള സ്നേഹം, ഉസ്താദുമാരോടുള്ള സ്നേഹം, അങ്ങനെ തുടങ്ങിയ സ്നേഹങ്ങളൊക്കെ അത് ആദരവിന്റെ, ബഹുമാനത്തിന്റെ ചുവയുള്ള കലർപ്പുള്ള സ്നേഹമാണ്. രണ്ടാമത്തെ സ്നേഹം മഹബ്ബത്തു ശഫഖത്തി വറഹ്മ, അത് കാരുണ്യത്തിന്റെയും അലിവിന്റെയും സ്നേഹമാണ്. ചെറിയ മക്കൾ, നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ സ്നേഹിക്കുമ്പോൾ അങ്ങനെയാണ്. അവരെ താലോലിക്കുന്നത്, അവരെ ഉമ്മ വെക്കുന്നത്, അവരോട് നാം പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം അത് മഹബ്ബത്തു ശഫഖത്തി വറഹ്മ എന്ന തലത്തിലൂടെയാണ്. മൂന്നാമതുള്ള ഒരു സ്നേഹം മഹബ്ബത്തു മുശാക്കലത്തിൻ വസ്തിഹ്സാൻ, നന്മയുടെ സ്നേഹം, ഒരു ഇടപെടലിന്റെ സ്നേഹം. ആ സ്നേഹമാണ് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട്, സ്നേഹിതന്മാരോട്, പെട്ടെന്ന് കണ്ട് പരിചയപ്പെടുന്നയാളോട്, ഇങ്ങനെയൊക്കെ തുടങ്ങി നമുക്ക് പൊതുവെ ലഭിക്കുന്ന സ്നേഹം. ഈ 3 സ്നേഹത്തെയും മുൻനിർത്തിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാന്റെ ഭാഗമാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുമ്പോൾ തങ്ങൾ പറഞ്ഞ ഹദീസ്. തങ്ങൾ അവിടുന്ന് പറഞ്ഞത് ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. 3 സ്നേഹവും സ്പർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. മിൻ വാലിദിഹി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം ഏതാണ്? ബഹുമാനത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തെക്കാൾ എന്നെയാണ് സ്നേഹിക്കേണ്ടത്. കാരണം ഞാൻ നിങ്ങളെ ആ വാപ്പയും ഉമ്മയും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ വവലദിഹി, മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, ആ മക്കളോടുള്ള നമ്മുടെ സ്നേഹം ഏതാണ്? മഹബ്ബത്തു ശഫഖത്തി വറഹ്മ. നിങ്ങളോട് നിങ്ങളുടെ മക്കൾ കാണിക്കുന്ന സ്നേഹത്തെക്കാൾ ഞാനാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുന്നത്. മൂന്നാമത് വന്നാസി അജ്മഈൻ, മറ്റുള്ള ജനങ്ങളോട് നിങ്ങൾക്കുണ്ടാകുന്ന പൊതുവെയുള്ള മഹബ്ബത്തു മുശാക്കലത്തി വസ്തിഹ്സാൻ എന്ന പൊതുവായ സ്നേഹം. ആ സ്നേഹത്തെക്കാൾ നിങ്ങൾ സ്നേഹിക്കണം എന്ന് ആ ഹദീസിലൂടെ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവന്റെ ഈ 3 സ്നേഹ തലങ്ങളെയും അതിജയിച്ചുള്ള ഒരു സ്നേഹം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേണം. ആ ഒരു സ്നേഹം നമുക്കുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്ക് നമ്മുടെ ഉമ്മയെയും അപ്പയെക്കാളും സ്നേഹമുണ്ടോ? നമ്മുടെ മക്കളെക്കാൾ സ്നേഹമുണ്ടോ? ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്, ചെറിയ വിഷയമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്നവർക്കെതിരെ ഞാൻ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹു പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരാണോ, വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കളാണോ, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണോ, വഅസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാരാണോ, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങളാണോ, വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ, നിങ്ങൾ സമ്പാദിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങളാണോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, എപ്പോഴാണ് അടി വരുന്നതെന്നറിയാത്ത, എപ്പോഴാണ് ഡിച്ചിൽ വരുന്നത് എന്നറിയാത്ത, പൊട്ടിപ്പോകുമെന്ന് ഭയന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, കച്ചവടങ്ങൾ, ഇതാണോ മസാകിന തർലൗനഹാ, നിങ്ങൾ ചിരകാലാഭിലാഷമായി കൊണ്ടു നടന്ന, ജീവിതത്തിൽ ഒരേ ഒരു സ്വപ്നമായി താലോലിച്ചിരുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, അമ്പരച്ചുണ്ടിയായി നിങ്ങൾ ഉണ്ടാക്കിയ ഭവനങ്ങൾ ഉണ്ടല്ലോ, ആ ഭവനങ്ങളാണോ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹു ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും ജിഹാദിൻ ഫീ സബീലി
പടച്ച റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും സ്നേഹം ഇവകളോടൊക്കെയാണ് എങ്കിൽ പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നത് നിങ്ങൾ ഭയന്നുകൊള്ളുക, കാത്തിരുന്നു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീദിന്റെ സ്വരത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ സ്വാഭാവികമായി ഒരു മനുഷ്യൻ സ്നേഹിക്കുന്ന സ്നേഹതലങ്ങൾ മുഴുവനും എടുത്തു വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സംസാരം. പടച്ച റബ്ബ് സംസാരിക്കുന്നത് ഇതിനേക്കാളൊക്കെ നിങ്ങൾ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മുടെ മനസ്സ് വരണം. തീർന്നില്ല, പടച്ച റബ്ബ് അവിടെ വെച്ച് നിർത്തുകയല്ല. ഒരു മനുഷ്യൻ ഒരു പക്ഷേ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ ഇരിക്കാം. അങ്ങനെയൊക്കെയുള്ള എത്ര സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മക്കളെ സ്നേഹിക്കാത്തവരുണ്ടാവാം, മക്കളെ ഇട്ടേച്ചു പോകുന്നവരുണ്ടാവാം, തന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് ശ്രദ്ധിക്കാത്തവരുണ്ടാവാം. അങ്ങനെ ഈ പറഞ്ഞ സ്നേഹങ്ങൾ, 3 സ്നേഹങ്ങളും ഇല്ല എങ്കിലും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു തലമുണ്ട്. അതേതാണ്? അതവന്റെ സ്വന്തം ശരീരമാണ്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാത്തവരുണ്ടാവില്ല. പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഓടുകയാണ്. എല്ലാവരും കൂട്ടത്തോടെയുണ്ട്. ആ കൂട്ടത്തോടെയുള്ള ശബ്ദത്തിൽ നമ്മൾ മാറി നിൽക്കണം. എന്താണ്? ഇവിടെ വല്ല ഇടുത്തിയും വീണോ, അല്ലെങ്കിൽ വല്ല ഭൂകമ്പവും ഉണ്ടായോ, ആരെങ്കിലും ആക്രമിക്കാനോ എന്ന പേടിയാണ്. സ്വന്തം ഭാര്യ തന്റെ കൂടെ ഉണ്ടായിരുന്നു, കൈപിടിച്ചിരുന്നു, തന്റെ മക്കൾ ഉണ്ടായിരുന്നു, അവരെയൊന്നും നമുക്ക് ഓർമ്മയില്ല, അല്ലേ? അപ്പൊ നമുക്ക് ഓർമ്മയുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതേതാണ്? നമ്മുടെ സ്വന്തം ശരീരം മാത്രമാണ്. ആ ശരീരത്തെ സ്നേഹിക്കാത്തവർ ലോകത്തുണ്ടാവില്ല. വാപ്പയെ തള്ളി പറയുന്നവൻ, അകറ്റി നിർത്തുന്നവൻ, മക്കളെ വേണ്ടാന്ന് വെക്കുന്നവൻ, ഭാര്യയെ തിരിഞ്ഞു നോക്കാത്തവൻ, ഇതൊക്കെ സ്നേഹത്തിന്റെ ലോകമാണെങ്കിൽ പോലും ആ സ്നേഹത്തിന്റെ ലോകത്തേക്ക് കടന്നു വരാത്തവനും അതിനെല്ലാം പൊട്ടിയടച്ച് അതിനെയെല്ലാം തിരസ്കരിച്ചവനും സ്വന്തം ശരീരത്തെ സ്നേഹിക്കാത്തവനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു വേദന വരുമ്പോഴേക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അല്ലെ? അവന്റെ ശരീരത്തെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ, മരിച്ചു പോകുമോ, ഞാൻ നാളെ തീർന്നു പോകുമോ എന്നുള്ള പേടിയാണ്. അപ്പൊ സ്വന്തം ശരീരത്തോടുള്ള സ്നേഹമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനുണ്ടാകുന്നതെങ്കിൽ ആ തലത്തിൽ നിന്ന് അല്ലാഹു തആല സംസാരിക്കുകയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കാൻ ബന്ധപ്പെട്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അല്ലാഹ് പറയാണ് അങ്ങനെ സ്നേഹിക്കണം എന്ന്. നമുക്ക് കഴിയുന്നുണ്ടോ? ആ സ്നേഹമാണ് സ്വഹാബത്തുൽ കിറാം മനസ്സിലാക്കിയതും അവർ ജീവിതത്തിൽ പകർത്തി നമുക്ക് കാണിച്ചു തന്നത്. സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ തന്റെ പേരിനോടുകൂടെ സുദ്ദീഖെന്ന് ചേർത്ത ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രഥമ മെമ്പറായ മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്ര സ്നേഹം നമുക്ക് ലോകത്ത് എവിടെ നിന്നും വായിക്കാൻ കഴിയുകയില്ല. ആ സ്നേഹത്തിന്റെ പ്രകടനം ഹിജ്റയുടെ വേളയിൽ പലതവണ നമ്മൾ കേട്ടതാണ്, അല്ലേ? ഹിജ്റക്ക് പോകുന്ന അവസരത്തിൽ മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ സഞ്ചാര പദങ്ങളിൽ, നേരത്തെയുള്ള യാത്രകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ യാത്ര ചെയ്തിരുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഒരു സഞ്ചാര രീതിയല്ല കാണുന്നത്. യംശി താറത്തൻ അമാമ റസൂലില്ലാഹ് വയംശി താറത്തൻ ഖൽഫഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ ഇടക്കിടക്കതാ മാറിയും തിരിഞ്ഞും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സഞ്ചരിക്കുന്നു. ഒരു സമയം നോക്കുമ്പോൾ വലത്തുണ്ട്, മറ്റൊരു സമയം നോക്കുമ്പോൾ ഇടത്തുണ്ട്, മറ്റൊരു സമയത്ത് മുൻഭാഗത്തുണ്ട്, മറ്റൊരു സമയത്ത് ബാക്ക് ഭാഗത്തുണ്ട്. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും സഞ്ചരിക്കുന്ന സഞ്ചാരം കണ്ടപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ നിനക്ക് എന്ത് പറ്റി? എന്താണ് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? 4 ഭാഗത്തുകൂടി ഓടി നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, നബിയേ, ഇത് നമ്മൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഇറങ്ങിയ ഒരു യാത്രയല്ലല്ലോ. ശത്രുപക്ഷത്തിന്റെ കണ്ണിൽ നിന്ന് കൺമറഞ്ഞുകൊണ്ട് അവർ കാണാതെ ഓടിപ്പോരുകയല്ലേ? ആ സമയത്ത് ഹബീബായ തങ്ങളെ നിങ്ങളെ പാത്തും പതിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും വല്ല ഒളിയമ്പുമാരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ, അവരെങ്ങാനെ വല്ല അക്രമവും അഴിച്ചുവിടുകയാണെങ്കിൽ ഈ അബൂബക്കറിന്റെ ശരീരത്തിൽ തറച്ചിട്ടല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ തറക്കരുതെന്ന അതിയായ വാശിയാണ് നബിയേ എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്
ആ യാത്രയിലുടനീളം അത് കാണുകയാണ് ആ സ്നേഹപ്രകടനം. നമുക്കറിയാമല്ലോ, നൂറ് വഴിയിലേക്ക് കയറണമെങ്കിൽ എത്രയാണെന്ന് പോയവർ പലപ്പോഴും ഹിറാ ഗുഹയിലേക്കൊക്കെ കയറാനുണ്ടാവും. സൗറിലേക്ക് കയറിയവർ ആരൊക്കെയുണ്ട് മദീനയിൽ പോയാലെന്ന് ചോദിച്ചാൽ കുറച്ച് ആളുകൾ കുറവായിരിക്കും. അതിനേക്കാൾ വലിയ ഒരുപാട് ദൈർഘ്യമുള്ള കയറ്റമാണ്. അവിടെയൊക്കെ കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോളിലേറ്റിയിട്ടാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആലോചിച്ച് നോക്ക്. തോളിലേറ്റിയിട്ട് തങ്ങളുടെ കാലിന്റെ സ്പർശം ഈ കല്ലുകളിൽ പതിഞ്ഞ് തങ്ങളുടെ കാല് പൊട്ടിപ്പോകരുത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് എവിടെ നിന്നാ? ഖുർആനിൽ നിന്നാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തമായി നമുക്ക് പോലും സഞ്ചരിക്കുകയാണെങ്കിൽ, നഗ്നപാതരായി നമ്മൾ സഞ്ചരിക്കുകയാണ്, നമ്മുടെ കാല് പൊട്ടിപ്പോകും. അങ്ങനെയുള്ള പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾ കയറുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോളിലേറ്റിയിട്ട് കയറണമെങ്കിൽ എത്രമാത്രം ഭാരം ചുമക്കേണ്ടി വരും, എത്ര പ്രയാസം അനുഭവിക്കേണ്ടി വരും. പക്ഷേ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ആ സ്നേഹം പകർത്തിയതിന്റെ വലിയ ഒരു അടയാളമാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. തീരുന്നില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹാമുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഗുഹയിൽ കയറണമെന്നല്ലോ. നോക്കിയപ്പോൾ അവിടെയെല്ലാം പൊടി പിടിച്ചു കിടക്കുകയാണ്. ആരും ഉപയോഗിക്കാത്ത ഗുഹയാണ്. അതിലേക്ക് കയറുന്ന സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, അങ്ങ് കയറുന്നതിന് മുമ്പ് എനിക്ക് അനുവാദം തരണം. അവിടെ വല്ല ശുദ്ധ ജീവികളുണ്ടെങ്കിൽ എന്നെ ആക്രമിക്കട്ടെ, എന്നിട്ട് അങ്ങ് കയറിയാൽ മതി എന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ശേഷം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എല്ലാ പാദം പഴുതുമെല്ലാം തന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ കീറിയെടുത്ത് ഔറത്ത് മറക്കുന്നത് ഒഴിച്ചുള്ള ബാക്കി വരുന്ന വസ്ത്രങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് ഹോളുകളെല്ലാം അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചതിന് ശേഷം റസൂലുള്ളാഹിനോട് കയറി വരാൻ ആവശ്യപ്പെടുന്നു. മടിയിൽ തലവെച്ചിങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് ഒരു പാമ്പ് മാളത്തിൽ നിന്ന് ഒഴിഞ്ഞു വന്ന മാളം കാലുകൊണ്ട് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലിൽ ദർശിക്കുകയാണ്. ആ പാമ്പിനും കഥ പറയാനുണ്ട്. വർഷങ്ങളായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. തന്റെ ഹബീബിനെ കാണാൻ എനിക്ക് ആരാണടാ തടസ്സം നിന്നത് എന്ന ദംശനമാണ്, സ്നേഹത്തിന്റെ ദംശനമാണ്. പക്ഷേ ഭൗതികമായി അത് ഏറ്റു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദനിച്ചു. തങ്ങളുടെ കാലനക്കിയില്ല, ശരീരത്തിലൂടെ വിഷം തീണ്ടുകയാണ്. പക്ഷേ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, ഉറങ്ങിക്കിടക്കുന്ന ഹബീബായ തങ്ങളുടെ ഉറക്കിന് ക്ഷതമേൽക്കാൻ പാടില്ല എന്ന് ശാഠ്യം പിടിച്ച നബി തങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ലോകത്തേക്ക് കാണിച്ചു കൊടുത്ത ഈ ഇസ്ലാമിന്റെ പ്രസ്ഥാനത്തിന്റെ ആദ്യ മെമ്പറായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം എല്ലാം പരിശോധിച്ചാൽ തന്നെ എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. ഒരൊറ്റ ആദ്യ മെമ്പർ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് എന്ന് പഠിച്ചാൽ മതി. അല്ലാഹു മഹബ്ബത്ത് നമുക്ക് നൽകുമാറാവട്ടെ. സ്വഹാബത്തെല്ലാം അങ്ങനെയായിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് ആ വിരിപ്പിൽ കിടക്കുന്നത്. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചുകൊണ്ട് നിദ്രാവിഹീനരായി കാത്തിരിക്കുകയാണ് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ശത്രുപക്ഷം വാളുകൾ ഊരിപ്പിടിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഇടയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാണാമറയത്ത് ഓടിപ്പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അവിടെ ആരെങ്കിലും കിടക്കാൻ വേണമല്ലോ. അലിയാര് തങ്ങളോട് പറയാൻ എന്റെ വിരിപ്പിൽ കിടക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പിറ്റേ ദിവസം ആ സമയം പ്രഭാതമാകുമ്പോ ഇവിടെ കിടന്ന് ഞങ്ങളെ പറ്റിച്ചത് നീയായിരുന്നല്ലടാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ ആ വാശിക്ക് കൊന്നുകളയാൻ വരെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ അലിയാർ തങ്ങളോട് ഇവിടെ നിന്ന് കിടന്ന് സഹകരിക്കണം, അവര് മനസ്സിലാക്കട്ടെ ഞാനാ കിടക്കുന്നത്, അവിടെ കിടക്കണോ എന്ന് പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ എനിക്ക് പേടിയാണ് എന്നല്ല പറഞ്ഞത്, ആ പുതപ്പേറ്റെടുക്കുകയായിരുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എന്നെ അവർ കഷ്ണമാക്കിയാലും പ്രശ്നമില്ല, ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ഏറ്റവും സ്നേഹമാണ് എന്ന് ഖുർആൻ എങ്ങനെ സ്നേഹിച്ചു അത് പഠിപ്പിച്ചു തന്നു മഹാന്മാരായ സ്വഹാബത്ത്. ഇത് ചില്ലറ കാര്യമല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊത്ത് ഒരിക്കൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്ന അവസരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി നഫ്സിൻ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. ഈ ലോകത്ത്
എന്തൊക്കെ വസ്തുക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ ഞാൻ നബിയെ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ശരീരം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതാണ് അങ്ങയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുക്കുകയാണ്. പോരാ ഉമറേ, നിന്റെ സ്നേഹം സമ്പൂർണ്ണമായിട്ടില്ല, 80% ആയിട്ടുള്ളൂ. നിന്റെ സ്വന്തത്തെയും മറന്ന് സ്വന്തബോധവും മറന്ന് എന്നെ സ്നേഹിക്കണം എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ തിരുത്തുകയാണ്. ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ ശരീരത്തെക്കാൾ അങ്ങയെ സ്നേഹിക്കുന്നു. തങ്ങൾ സർട്ടിഫൈ ചെയ്യുകയാണ്. അൽ ആന യാ ഉമർ, എങ്കിൽ ഉമറേ നിനക്ക് ഇതാ ഞാൻ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മഹബ്ബത്തുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹമാണ് മഹാന്മാരായ സ്വഹാബത്തെ കിറാം നമുക്ക് കാണിച്ചു തന്നത്. എങ്ങനെ സ്നേഹിക്കണം എന്ന് റസൂലുള്ളാഹി എല്ലാം മറന്ന ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ അത് പിന്നെ പുറത്തേക്ക് വരും എന്ന് പറയേണ്ടതില്ല. ഹുബ്ബ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹ എന്ന് പറയുന്ന അക്ഷരം അത് തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നിന്നാണ്. ബ എന്ന് പറയുന്നത് പുറത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ഹുബ്ബുള്ളവർക്ക് ഹുബ്ബ് ഇങ്ങനെ പുറത്തേക്ക് വരും. കാരണം അകത്തുള്ളത് പുറത്ത് ചാടും എന്നാണ് ആ പദം തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോ ആ ഹുബ്ബ് ഇങ്ങനെ പുറത്തേക്ക് ചാടുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ച മാർഗ്ഗത്തിലൂടെയൊക്കെ മൗലിദുകളായി, ഈരടികളിലായി, പാട്ടുകളിലായി, ദഫുകളിലായി ഇതിന്റെ സന്തോഷ പ്രകടനങ്ങൾ ദീൻ എങ്ങനെയൊക്കെ നമ്മോട് ആഘോഷിക്കാൻ പറഞ്ഞു. ആഘോഷത്തിൽ അതല്ലേ നമ്മൾ കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ അവിടുത്തെ അൻസാരികളായ സഹാബികൾ, സഹാബി വനിതകൾ, ഉമ്മമാര്, ചെറിയ കുട്ടികളെയൊക്കെ പിടിച്ചു വന്നിട്ട് ത്വലഅൽ ബദ്റു അലൈനാ ബിസനിയാത്തിൽ വദാ വജബ അശ്കുറു അലൈനാ മദഅ ലില്ലാഹി ദാ എന്ന് പറയുന്ന കവിത ആലപിക്കുകയാണ്. റസൂലുള്ളാഹിനെ വരവേൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, റസൂലുള്ളാഹി വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവാ. ഈ ലോകത്തേക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവി എടുത്തപ്പോൾ ഈ ഭൂമിയിലെ ചരാചരങ്ങളെല്ലാം സന്തോഷിക്കുകയാണ്. നബി തങ്ങൾ വരുന്നിടത്തൊക്കെ സന്തോഷമായിരുന്നു. അത് മനുഷ്യർ മാത്രമല്ല, അചേതന വസ്തുക്കൾ വരെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉഹദ് മലയിൽ കയറുന്നുണ്ട്. ആ കയറുന്ന സമയത്ത് ഫറജഫ ബിഹിം, ആ ഉഹദ് മല ഇങ്ങനെ പ്രകമ്പനം കൊണ്ടു ഹർഷപുളകിതമായി. ഒരാളിങ്ങനെ വന്നാണ്ടല്ലോ നമ്മളിങ്ങനെ സന്തോഷിക്കുക. ആ സന്തോഷം ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കാണാം. ഉഹദ് മലക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹ പ്രകടനമായിരുന്നു അത് എന്നാണ്. ആ മല ഇങ്ങനെ പ്രകമ്പനങ്ങൾ റസൂലുള്ളാഹി കയറിയപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുക. അപ്പൊ നമുക്ക് നബിദിനം ഒരു വലിയ സന്തോഷം മനസ്സിൽ വേണം. അതാണ് ഈമാൻ, അതാണ് മഹബ്ബത്ത്. കാരണം എന്താണ്? ആ മലയെക്കുറിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത് ആ ഹാദാ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഈ മല ഏതാണെന്ന് അറിയോ? ഉഹദ് മലയെ നോക്കിയിട്ടാണ് റസൂൽ പറയാ ഹാദാ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ആ മല നമ്മെ സ്നേഹിക്കുന്നു, നാം ആ മലയെയും സ്നേഹിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞ മലയാണ്, സർട്ടിഫിക്കറ്റ് കൊടുത്ത മലയാണ്. അപ്പോൾ റസൂലുള്ളാഹിനെ ഈ ലോകത്തുള്ള മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും റസൂലുള്ളാഹിനെ സ്നേഹിക്കുകയും ആ സ്നേഹം പ്രകടനമാക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കുകയും ആ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ടുള്ള നേട്ടം ആർക്കാണ്? നമുക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള നേട്ടം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, മതസാഅത്ത് യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഈ ഭൂമി ലോകം അസ്തമിക്കുന്നത്? പ്രകമ്പനം കൊണ്ട് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹാ എന്ന് പറഞ്ഞ് ഖുർആനിൽ ഓതി തന്നിട്ടുണ്ടല്ലോ. ഈ ഭൂമികളൊക്കെ ധൂളികളായി പറത്തപ്പെട്ട് ഈ ഭൂമിക്ക് നാശം വരുന്ന ഡൂംസ് ഡേ എന്നാണ് നബിയെ നാ ചോദിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ്, മാദാ അഅദത്തലഹാ, പെട്ടെന്ന് കയറി ചെന്നിട്ട് എന്താ നിന്റെ കയ്യിലുള്ളത് കൊണ്ടുപോകാൻ? കുറെ കരുതി വെച്ചിട്ട് സ്വർഗമൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ചോദിക്കുക അല്ലെ, എന്നാണ് കല്യാണം? നമ്മൾ കല്യാണമായിട്ട് നിനക്ക് തിരക്കായോ, അല്ലെങ്കിൽ ആഘോഷമായിട്ട് തിരക്കായോ, എന്തപ്പോ കരുതി ചോദ്യം ചോദിക്കൂലേ? ചോദ്യം ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയാണ്, നബി എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ എനിക്ക് പ്രതീക്ഷയായുള്ളത് ഒരൊറ്റ കാര്യമാണ്. അതെന്താണ്? ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മതിയായി സ്നേഹിക്കുന്നു, ആ സ്നേഹം മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചു അവരോട് കൂടെ നാളെ ആഖിറത്തിലുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
ഈ രംഗം കണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 വർഷത്തെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന വാക്ക് വലിയ സന്തോഷത്തിന്റെ വാക്കാണ്. ഫമാ ഫരിഹനാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅമൻ അഹ്ബബ്ത. വല്ലാത്തൊരു വാക്കാണ് സഹോദരങ്ങളെ. അവർക്ക് പറയും 10 വർഷം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുത്തിട്ട് ഇത്ര സന്തോഷമുള്ള വാക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ വാക്ക്? റസൂലുള്ളാഹി പറഞ്ഞത്, ആരെ സ്നേഹിക്കുന്നത് നിങ്ങൾ അവരോട് കൂടെ നാളെ ആഖിറത്തിലുണ്ട്. എന്നിട്ട് പറയാണ്, വഅന ഉഹിബ്ബുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബൂബക്കർ വഉമർ വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹു വഇല്ലം അഅമൽ ബിമിത്ലി അഅമാലിഹിം. ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു. എന്തിനാണെന്ന് അറിയോ? ഞാൻ അവരെ പോലെ അമൽ ചെയ്യുന്ന ആളൊന്നല്ല. ആരാ പറയുന്ന? അനസ് റളിയല്ലാഹു അൻഹു. സദാസമയം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുക്കാൻ ഭാഗ്യം കിട്ടിയ അത്ര ഭാഗ്യാർക്കെങ്കിലും ലോകത്ത് കിട്ടിയിട്ടുണ്ടോ? അവരാ പറയുന്നത്, ഞാൻ അവരെ പോലെ അമലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നാളെ സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ട് അവരോട് കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്ക് ഹദീസ് കൊണ്ടുണ്ട് എന്ന് മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നബിദിനം വരുന്ന സമയത്ത് നല്ലവണ്ണം മൗലിദുകളൊക്കെ ഓതി സന്തോഷിച്ച് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വന്നതിന്റെ സന്തോഷം